അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മയുടെ വക ഒരു ചിക്കൻ്റെ പുതിയ റെസിപ്പി. അമ്മ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്? ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ചേർക്കുന്നത്, പിന്നെ മസാലപ്പൊടി, തൈര്, മുട്ട, ഇത്രയും ഐറ്റംസ്. അരിപ്പൊടി കുറച്ചിട്ടുണ്ട് അല്ലേ? അത് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് നമ്മൾ കുറച്ച് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ പാനിൽ ചൂടാക്കിയിട്ട് അതിൽ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ട് പിന്നെ ഈ ചതച്ച് വഴറ്റിയിട്ട് അത് ഈ ഇതിട്ട് വറുത്തെടുക്കുക. ആദ്യം ഇത് വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളി ഇട്ട് മുപ്പിച്ച് സംഭവങ്ങളൊക്കെ ഇല്ല ചതച്ചതൊക്കെ ഇട്ടിട്ട് ഇതാക്കുക. എന്നിട്ട് അതിലിട്ടിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് എടുക്കുക. നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച് ചിക്കൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ ചൂടായിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഈ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വറുത്തെടുക്കും. അപ്പം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അതൊന്ന് ചെറിയ രീതിയിൽ എന്താ പറയുക, എന്താണ് നമ്മൾ അതിനകത്ത് വഴറ്റിയിടാൻ പോവാണേ. അപ്പോൾ അതിൽ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ എണ്ണ നമ്മൾ ഒഴിക്കുന്നുണ്ട് ബാക്കി വന്നത്. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മളുടെ അതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, കുരുമുളക് പൊടി, സോസ്, പിന്നെ ചുവന്നുള്ളി, ഇതിൻ്റെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ്, ഇത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാൻ പോവുക. ആദ്യം അമ്മ പച്ചമുളകും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് വഴറ്റണം. അടുത്തായിട്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇട്ടു. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിച്ച് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ സംഭവം. നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഞങ്ങൾ തിന്നിട്ടുള്ള അഭിപ്രായം പറയാം കേട്ടോ. അപ്പം അമ്മ ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടിപൊളി ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കഴിച്ചിട്ടുള്ള അഭിപ്രായം ഞാനിപ്പോൾ പറയാം. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ളതാണ് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ. ഡ്രാഗൺ ചിക്കനൊക്കെ കഴിക്കുന്നൊരു ഫീൽ അത്, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അതിൻ്റെ ആ മസാലയൊക്കെ അതിൽ പിടിച്ച് സെറ്റായി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അതെ അമ്മ ഇതിൻ്റെ പേരില്ലാമോ നമ്മൾ ഇട്ടേക്കുന്നതിന്? എന്ത് വേണമെങ്കിലും പേരിടാം. ഹോം മെയ്ഡ് ഡ്രാഗൺ ചിക്കൻ ഇടാം, ചില്ലി ചിക്കൻ ഇടാം. ചില്ലി നമ്മൾ ക്യാപ്സിക്കം ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ ചില്ലി ചിക്കൻ ഇടാൻ പറ്റില്ല. എന്നാലും പേരില്ലെങ്കിലും സംഭവം കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിച്ചിടാം. നല്ല രസമുണ്ട്. ചെറിയ സോസിൻ്റെ മധുരവും വറ്റൽമുളകിൻ്റെ ചെറിയ എരിവൊക്കെ ഉണ്ട്. എല്ലാം പാകത്തിനാണ്, കറക്റ്റായിരുന്നു. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം ഒക്കെ തിന്നാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു രൂപമായിട്ട് ഞങ്ങൾ പിന്നെ വരാം. ബൈ.